എല്ലാവർക്കും ഡി ഫോറമിലേക്ക് സ്വാഗതം. ഡിഫൻസ് ഫോറം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. 13 നവംബർ തൊട്ടിട്ട് 7 ഡിസംബർ 2020 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. നവംബർ 30 തൊട്ടിട്ട് ഡിസംബർ 7 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് നാവിക് അല്ലാന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2021 ബാച്ചിലേക്കാണ് ഇപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ ഫോം നമുക്കിത് അപ്ലൈ ചെയ്യണമെങ്കിൽ 30 നവംബർ സമയമായിട്ടില്ല, 30 നവംബർ തൊട്ടിട്ട് 7 ഡിസംബർ വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ അഡ്മിറ്റ് കാർഡ് 19 ഡിസംബർ തൊട്ടിട്ട് 25 ഡിസംബർ 2020 ഉള്ളിൽ തന്നെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ എന്താണ് ഈ ജോലി എന്ന കാര്യം തന്നെ അറിയാമല്ലോ. അപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ഇന്ത്യൻ മെയിൽ കാൻഡിഡേറ്റ്സ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞോട്ടെ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇല്ല. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇപ്പോഴത്തെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണ് വിളിച്ചിട്ടുള്ള. ഏതൊക്കെയാണ് നിങ്ങളുടെ പോസ്റ്റ് കിട്ടാന്ന് വെക്കുകയാണെങ്കിൽ കുക്കും അതുപോലെ തന്നെ സ്റ്റ്യൂവർട്ട് എന്ന് പറയുന്ന ഈ 2 പോസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എലിജിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ നമുക്ക് 10th പാസ്സായാൽ മതി. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം 50 മാർക്ക് മിനിമം 50 മാർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ഇതിൽ നിന്ന് വേണ്ടതാണ്. നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതാണ് പറയുന്നത്. 50% മാർക്കാണ് 10th വേണ്ടത്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 5% റിലാക്സേഷൻ എന്നിവയ്ക്കാണെങ്കിൽ ഈ മാർക്കിൽ നമുക്ക് ഒരു 5%, 50% മാർക്കില്ല, ഒരു 5% നിങ്ങൾക്ക് റിലാക്സേഷൻ കുറവുള്ളവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അതിനെ നിങ്ങൾ ഒന്നെങ്കിൽ SC/ST കാൻഡിഡേറ്റ് ആയിരിക്കണം, SC/ST വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺ ആയിരിക്കും. എന്ന് വയ്ക്കുകയാണെങ്കിൽ നാഷണൽ ലെവലിൽ ആരെങ്കിലും 1st, 2nd, 3rd പൊസിഷൻ കരസ്ഥമാക്കിയവർക്ക് 5% റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എന്തെങ്കിലും മാർക്കിൽ കേട്ടോ. അപ്പോൾ അത് നോക്കുക. ജോബ് തന്നെയാണ് കുക്കും അതുപോലെ തന്നെ സ്റ്റ്യൂവർഡാണ്. കുക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വെജായാലും നോൺ വെജ് ആയിട്ടുള്ളതും എല്ലാം കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ റേഷനൊക്കെ കൗണ്ട് ചെയ്യണം, റേഷനൊക്കെ കറക്റ്റായിട്ട് വെക്കണം. അതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി വരിക. ഇനി അതുപോലെ സ്റ്റ്യൂവർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് കുക്ക് ചെയ്യല്ല, നിങ്ങൾക്ക് ആ കുക്ക് ചെയ്ത ഫുഡ്സൊക്കെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്ന ജോലി. അപ്പോൾ ഒരു വെയിറ്റർ എന്നുള്ള രീതിയിൽ വെയിറ്റർ, ഹൗസ് കീപ്പിംഗ്, മെയിൻ്റെനൻസ്, അക്കൗണ്ടിങ് ഓഫ് ഫണ്ട്സ്, വൈൻ, സ്റ്റോർ ഹാൻഡ്ലിംഗ്, പ്രിപ്പറേഷൻ ഓഫ് മെനു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എലിജിബിലിറ്റിയുടെ കാര്യത്തിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം, അതുപോലെ തന്നെ ജോബ് റിക്വയർമെൻറ്റ്. ഇനി ഏജ് നോക്കുകയാണെങ്കിൽ 18 to 22 വയസ്സ് വരെയാണ്. 1 ഏപ്രിൽ 1999 തൊട്ടിട്ട് 31 ഏപ്രിൽ 2003 വരെ ജനിച്ചവർക്ക് മാത്രമേയാണ് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. 1st, 31 മാർച്ചും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു അപ്പർ ഏജ് റിലാക്സേഷൻ എന്ന് വെച്ചാൽ 22 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 വർഷം കൂടി റിലാക്സേഷൻ കിട്ടുന്നതാണ്. ആർക്കൊക്കെ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ 3 വർഷം വരെ ഇളവ് ലഭിക്കാവുന്നതാണ് ഏജിൽ ആർക്ക് OBC കാൻഡിഡേറ്റ്സിന്. കുറവ് പറ്റില്ല, കൂടിക്കഴിഞ്ഞാൽ കേട്ടോ. 22 വയസ്സിനേക്കാളും 3 വയസ്സ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല OBCക്കാർക്ക്. അതുപോലെ തന്നെ 5 വർഷം കൂടിക്കഴിഞ്ഞാലും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും കുഴപ്പമില്ല. ഇനി വാക്കൻസി ടോട്ടലി വരുന്നത് 50 അപ്രോക്സിമേറ്റ്ലി 50 വരുന്നത്. അതിലും ജനറൽ കാറ്റഗറിക്ക് 20, അങ്ങനെയൊക്കെ ഇതുണ്ട് 20. പിന്നെ EWSന് 3, OBCക്ക് 14, STക്ക് 3, SCക്ക് 8, അങ്ങനെ ടോട്ടലാണ് 50. ഇത് മേ ബി മാറാനായിട്ടും ചാൻസസ് ഉണ്ട്. പക്ഷെ ഏറെക്കുറെ നമുക്ക് ഒരു റഫ് ഫിഗറാണ് ഇപ്പോൾ അവർ തന്നിട്ടുള്ളത്. ഇനി പേ നോക്കാം നമുക്ക് ഇല്ലേ. ശമ്പളം അലൗൻസസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് പേ ഫോർ നാവിക് അല്ലാന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇതിന് വരുന്നത് 21,700 രൂപയാണ് പേ ലെവൽ 3 വെച്ചിട്ട്. അതുപോലെ തന്നെ
ഇതിനോടൊപ്പം തന്നെ കൂടിയിട്ട് നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസസും അതുപോലെ തന്നെ ബാക്കി അലവൻസസും ഒക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് കിട്ടുന്നതാണ്. എനിവേ മോർ ദാൻ 21,000 എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ പ്രൊമോഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഏറെക്കുറെ ഒരു 47,600 വരെ നിങ്ങൾക്ക് അതിലും എബവ് ആയിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് വരുന്നത് ഫ്രീ റേഷനുമാണ്, അതുപോലെ തന്നെ ക്ലോത്തിങ്, പിന്നെ അതുപോലെ തന്നെ ഫ്രീ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും ആയിട്ടുള്ളത്. പിന്നെ ഗവൺമെൻറ് അക്കോമഡേഷൻ ഫോർ സെൽഫ് ആൻഡ് ഫാമിലി, പിന്നെ 45 ഡേയ്സ് ലീവ്, പിന്നെ 8 ഡേയ്സ് കാഷ്വൽ ലീവ്, പിന്നെ പെൻഷൻ സ്കീം റിട്ടയറിന് ശേഷം, പിന്നെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, മെഡിക്കൽ ഫെസിലിറ്റീസ് പോസ്റ്റ് റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മറ്റ് അലവൻസസ് വരുന്നത്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കി നോക്കാം നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്. ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ 30th നവംബർ തൊട്ടിട്ട് 7th ഡിസംബർ 2020 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യണം. 7th ഡിസംബറിനൊന്നും ആരും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ 13th നവംബറിൽ തന്നെ മാക്സിമം അപ്ലൈ ചെയ്യുക. കൂടി പോയി കഴിഞ്ഞാൽ 5th ഡിസംബർ അതിൽ കൂട്ടാൻ പാടില്ല. കാരണം 7th വല്ല പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എത്രയും നേരത്തെ ചെയ്യാൻ പറ്റും എത്രയും നേരത്തെ നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റ് ഇതാണ് www.joinIndianCoastGuard.gov.in. ഈ ഒരു വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ ഇനി വേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അവർ പറയുന്നുണ്ട്. ദ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഷുഡ് ബി മെൻഷൻഡ് ആസ് പെർ 10th ക്ലാസ് സർട്ടിഫിക്കറ്റ്. 10th ക്ലാസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേര്, അച്ഛൻ്റെ അമ്മയുടെയും പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ട് അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. അത് എല്ലാ ജോലിക്കും അങ്ങനെ തന്നെയാണ്. സർട്ടിഫിക്കറ്റിൽ പ്രത്യേകിച്ച് 10th സർട്ടിഫിക്കറ്റിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറും. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഡിക്കേറ്റ് എക്സാക്ട് പെർസെൻറ്റേജ് ഓഫ് 10th ക്ലാസ് അപ് ടു 2 decimal ആൻഡ് ദിസ് നോട്ട് ബി റൗണ്ടഡ് ഓഫ് എന്നിവയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റഫ് ഫിഗർ ഞാൻ പറയാം. നിങ്ങൾക്കൊരു 60.3 കിട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 60.3 എന്ന് തന്നെ കൊടുത്താൽ മതി. അത് റൗണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ അങ്ങനെ റൗണ്ട് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അവർ 2 decimal വരെ നിങ്ങൾക്ക് കൂട്ടാമെന്നും പറയുന്നുണ്ട്. ബട്ട് ആസ് പെർ ഐ തിങ്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 60.2 ആണെന്നുണ്ടെങ്കിൽ 60.2, ഇനി 86.3 ആണെന്നുണ്ടെങ്കിൽ 86.3, 97% ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചിലപ്പോൾ ആവുന്നില്ല. 96.1, 96.5, 6.8 അങ്ങനെ ഏത് പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ വെക്കുക. അതിൽ ചേഞ്ചസ് വരുത്താൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. CGPA സ്കോറിംഗ് പെർസെൻറ്റേജ് വിൽ ബി ആക്സെപ്റ്റഡ് ആസ് പെർ മെത്തോഡോളജി മെൻഷൻ ആണ്. CGPA പെർസെൻറ്റേജും റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫില്ലിംഗ് അപ്പ് ഓഫ് ഇൻഫോർമേഷൻ ലൈക്ക് പേഴ്സണൽ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇതെല്ലാം കമ്പൽസറി ആണ്. ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇമെയിൽ ID, മൊബൈൽ നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കണം. അത് നിങ്ങളുടെ തന്നെ ആയിരിക്കണം. ദ ഡേറ്റ്, ടൈം ആൻഡ് സെൻറ്റർ ഓഫ് ദ റിട്ടേൺ എക്സാമിനേഷൻ ആൻഡ് ദ അതർ ഇൻഫോർമേഷൻ വിൽ ബി ഇൻഫോം ത്രൂ കോസ്റ്റ് ഗാർഡ് വെബ്സൈറ്റ്. ഓക്കെ. ഈ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ സെൻറ്ററും ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ദ ആപ്ലിക്കേഷൻ പ്രൊവൈഡ്സ് ചോയ്സ് ഓൺലി ഫോർ 1 സെൻറ്റർ. ഒറ്റ സെൻറ്റർ നിങ്ങൾക്ക് എക്സാമിനേഷന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2-3 സെൻറ്റേഴ്സ് മുമ്പിൽ ഒറ്റ സെൻറ്റർ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ടു ഫിൽ അപ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സ് നീഡ് ടു ലോഗ് ഓൺ. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിനുശേഷം അതിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ 1/2021 ബാച്ച് നാവിക് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഐ എഗ്രി എന്ന് കൊടുക്കുക. പിന്നെ എല്ലാത്തിലും ഈ ഒരു മാർക്കിൽ സ്റ്റാർ മാർക്കിൽ തന്നിട്ടുള്ള എല്ലാം നിർബന്ധമായിട്ടും ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫുള്ള് ഞാൻ വൈകുന്നില്ല. ഒരു റഫ് ഫിഗർ തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും വേണം. അതിന് 10 to 30 KB ഉള്ളിലുള്ള സിഗ്നേച്ചറും അതുപോലെ തന്നെ 10 KB to 40 KB ഉള്ളിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ ഇത് വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സെൻറ്റർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം കൊച്ചി തന്നെ ഉണ്ടാവുള്ളൂ. കേരളത്തിൽ കൊച്ചിയിലാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നുള്ളത്. ഒറ്റ സെൻറ്റർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്വാളിഫയിങ് ആയിട്ടുള്ള കട്ട് ഓഫ് പെർസെൻറ്റേജ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. ഇതിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. ആദ്യം റിട്ടേൺ എക്സാമിനേഷനാണ്. റിട്ടേൺ എക്സാമിനേഷനിൽ പാസ്സായവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു റിട്ടേൺ എക്സാമിനേഷനിൽ വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്,
ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അതിൽ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും വരുന്നുണ്ട്. പിന്നെ റീസണിങ്, വെർബൽ ആൻഡ് നോൺ വെർബൽ. ഇതാണ് നിങ്ങളുടെ സിലബസ്. പിന്നെ ഈ ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നവർക്ക് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷനും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിനുമായിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ 1 മൈൽ ആണ് 1.6 കിലോമീറ്റർ. അത് നിങ്ങൾ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. സിമ്പിളാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 7 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം ഇപ്പം നമുക്കറിയാം ആർമി റാലിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ വരുന്നത് 5 മിനിറ്റ്സ് 45 സെക്കൻഡ്സ് ആണ് മാക്സിമം. അപ്പോൾ 7 മിനിറ്റ്സോളം നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓടിക്കയറാവുന്നതാണ്. പക്ഷേ പ്രാക്ടീസ് വേണമെന്നുള്ളത് കമ്പൽസറിയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ 7 മിനിറ്റ്സ് കൊണ്ട് ഓടിക്കയറാവുന്നതേ ഉള്ളൂ. ഇനി 20 സ്ക്വാട്ടപ്സ് ആണ് എടുക്കുന്നത്. സ്ക്വാട്ടപ്സ് എന്താണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് സ്ക്വാട്ടപ്സ്. ഓക്കെ, അപ്പോൾ ഇതെടുക്കണം. പിന്നെ അതുപോലെ തന്നെ 10 പുഷപ്പും നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി കാൻഡിഡേറ്റ്സ് അണ്ടർഗോയിങ് ഫിസിക്കൽ ടെസ്റ്റ് വിൽ ഡു ആസ് ഇറ്റ് ഓൺ ദർ റിസ്ക്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതെന്താണെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസ്കിലാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല മെഡിക്കലി ആയിട്ട്. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ റിട്ടൺ എക്സാമിനേഷൻ ആൻഡ് PFT കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ. റിട്ടൺ എക്സാമിനേഷനും ഫിസിക്കൽ ടെസ്റ്റും പാസ്സായവരെ മെഡിക്കൽ എക്സാമിനേഷന് കൊടുക്കുന്നതാണ്. അതിനുശേഷം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അവിടുന്ന് ഫിറ്റ് ആക്കുന്നവരെ അതിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ കുറേ ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ PDF ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന PDF ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് പറയാനായിട്ടുള്ളൂ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെ വേണമെങ്കിൽ ഒരു റഫ് ഫിഗർ ഞാൻ തരാം. ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഹില്ലി ട്രൈബൽ ഏരിയാസിലുള്ളവർക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു റിലാക്സേഷൻ കിട്ടില്ല. 157 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് നിർബന്ധമാണ്. ജസ്റ്റ് അവർ കറക്റ്റ് പറയുന്നില്ല. അവർ മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ആർമിയിലൊക്കെ 77 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഒരു ചെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് എന്തായാലും വേണം. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ടായിരിക്കും. BMI നോക്കാൻ അറിയുന്നവർക്ക് BMI നോക്കാം. ഹൈറ്റിനനുസരിച്ച് വെയിറ്റ്, ഹൈറ്റും ഏജും നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര വെയിറ്റ് വേണം എന്നുള്ളത് ഡിറ്റർമിനിങ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ BMI കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, BMI കാൽക്കുലേറ്റർ എന്നാണ് ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ആ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നിങ്ങൾ BMIയിൽ കറക്റ്റ് ആണോ അല്ലേ എന്നൊക്കെ. അതിൽ കുറച്ച് പെർസെൻറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം കറക്റ്റാക്കിയിട്ട് പോകാൻ നോക്കുക. ഹിയറിംഗ് നോർമൽ ആയിരിക്കണം. വിഷ്വൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 6/36 ആണ്. അതുപോലെ തന്നെ ഇതാണ് നിങ്ങളുടെ ഒരു വിഷ്വൽ ഇത് വരുന്നത്. പിന്നെ ഇയർ വാക്സ് ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ പല്ലിൽ വല്ല കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് പോകണം. പിന്നെ ടാറ്റും പെർമനൻറ്റ് ബോഡി ടാറ്റൂസ് പെർമിറ്റഡ് അല്ല. പിന്നെ ചില കാര്യങ്ങളിൽ ലൈക്ക് റിലീജിയസ് ആയിട്ടുള്ളതും പിന്നെ പാമ്പിൻ്റെ ബാക്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മാത്രമേ ടാറ്റു അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ടാറ്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. പിന്നെ ഫൈനൽ എൻറോൾമെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം INS ചിൽക്കയിലായിരിക്കും. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും മാക്സിമം ഞാൻ തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ മതി, www.joinindiancoastguard.gov.in എന്നുള്ളത്. അപ്പോൾ 30th നവംബർ തൊട്ടിട്ട് 7th ഡിസംബർ 2020 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ആയിട്ടുള്ളവർക്കും ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ജോലി തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും കൂടി ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജയ് ഹിന്ദ്.